നമസ്കാരം. കൗമുദിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ ഓണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ലെറ്റ്സ് വെൽക്കം കേണൽ രാജീവ് മണാലിൽ ആൻഡ് ഹിസ് ബെറ്റർ ഹാഫ് ജയ മണാലിൽ. വെൽക്കം. താങ്ക് യു. ഓണത്തിന്റെ പ്രിപ്പറേഷനൊക്കെ എവിടെ വരെ എത്തി? നല്ലൊരു അത്തപ്പൂ കണ്ടു, വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ ഇസ് യുവർ യൂഷ്വൽ ഓണം? ഓണം ഈസ് ആക്ച്വലി ആൻ ഇമോഷൻ, ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ്സ് ഗൃഹാതുരത്വം എന്നൊക്കെ പറയും. സോ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ് യു ആർ ഓൾവേസ് ടേക്കൺ ബാക്ക് ഇൻ ടൈം. ഓണം നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ ഉള്ള ഓണം ആക്ച്വലി യു ആർ റിമെമ്പറിങ് ദ പാസ്റ്റ്. അപ്പോൾ എല്ലാ ഓണങ്ങളെയും ഓർക്കുക, അതുപോലെ എല്ലാവരുമായിട്ട് കുടുംബാംഗങ്ങളും ഒക്കെ ഒത്ത് കുറച്ച് സമയം ചിലവഴിക്കുക, അതൊക്കെ ആണ് സാധാരണ ഒരു ഓണത്തിന് നമ്മൾ ചെയ്യാറുള്ളത്. സർ, സർവീസിലിരുന്ന ഓണവും അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഓണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വലിയ വ്യത്യാസമുണ്ട്. ഞാൻ സർവീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ തിങ്ക് കുട്ടിക്കാലം മുതൽ തുടങ്ങാം. കുട്ടിക്കാലത്തെ ഓണമായിരുന്നു ശരിയായിട്ടുള്ള ഓണം. ഐ തിങ്ക് പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം വ്യതിയാനങ്ങൾ വന്നു. ഓർത്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഓണം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ഒരു കൊച്ചുകുട്ടിയായിട്ട് ആ പരിലാളനങ്ങളൊക്കെ ഏറ്റുവാങ്ങി കഴിഞ്ഞിരുന്ന ഓണം, അതാണ് ശരിയായിട്ടുള്ളൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. ഗൃഹാതുരത്വം എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. പിന്നെ സൈനിക് സ്കൂൾ, എൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ലൈഫ് സൈനിക് സ്കൂൾ 11ാമത്തെ വയസ്സ് തുടങ്ങി. അവിടെ സ്കൂളിൽ നിന്ന് ഒരു 4-5 ദിവസം ലീവ് കിട്ടുമായിരുന്നു. ഓടി വീട്ടിലെത്താനുള്ള തിരക്കാണ്. വീണ്ടും അമ്മയുടെയും കൂടെ ബാക്കി സഹോദരങ്ങളുടെ കൂടെയൊക്കെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കൂടെ ഉള്ള ഓണം, ദാറ്റ് വാസ് വളരെ ഹൃദ്യമായിരുന്നു. ആർമിയിൽ ചേർന്നതിന് ശേഷം, അതായത് ത്രൂ NDA ആൻഡ് IMA ആൻഡ് ആർമി ചേർന്നതിന് ശേഷം ഓണം ഒരു ആവേശമായിട്ടുള്ളത് കുറച്ച് കുറഞ്ഞോ എന്നെനിക്കൊരു സംശയമുണ്ട്. ബിക്കോസ് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ലീവ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വേറെവർ യു ആർ, ഓണം ഒരു ഫീലിംഗ് ആയിട്ടൊരു ആവേശമായിട്ടൊരു മലയാളി മനസ്സിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് എന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ആഘോഷിക്കാൻ കഴിഞ്ഞൊന്നും വന്നിട്ടുണ്ടാവില്ല. പിന്നെ വിവാഹത്തിന് ശേഷം മഹാബലിയുടെ റോളെടുത്ത് വൈഫ് കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ പക്ഷേ എന്നാലും എല്ലാ ഓണങ്ങൾക്കും ഒരുമിച്ചുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴും സൗകര്യം കിട്ടുമ്പോൾ നല്ലവണ്ണം ഓണം ആഘോഷിക്കുക, അല്ലാത്തപ്പോൾ ആ ആഘോഷിച്ച ഓണങ്ങളെക്കുറിച്ച് ഓർത്ത് വീണ്ടും സന്തോഷിക്കുക. ഇതായിരുന്നു ജനറൽ പാറ്റേൺ ഓഫ് ഓണം. അപ്പം സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാം ആയിരുന്നു സാറിൻ്റെ ലൈഫിൽ ഓണത്തിലെ മഹാബലി. അപ്പം മാം എങ്ങനെയായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? സാറിൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഓണം? സാർ സർവീസിലായിരുന്നു, അപ്പോൾ ഒരു ആർമി മാൻ ബിസി ആയിരിക്കും, ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ലായിരിക്കും. മാം എങ്ങനെയാണ് ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് ഒരു ഓണം മൂഡ് കൊണ്ടുവരുന്നത്? ആക്ച്വലി ഞങ്ങൾ മലയാളീസുള്ള ലൈക്ക് ആർമിയിൽ കുറേ മലയാളീസ് ഉണ്ടാവില്ല. അപ്പം വി യൂസ് ടു ഹാവ് ഗെറ്റ് ടുഗദേഴ്സ് അങ്ങനെ. നല്ല ഐ മീൻ ഇൻ ആ ഓൺ വേ വി യൂസ് ടു സെലിബ്രേറ്റ് ഇറ്റ്. ഓക്കെ, ഈ ഓണം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? കുട്ടികൾ വരും, അപ്പം ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ അവരെല്ലാവരും കൂടെ. ഇപ്പോൾ ഓണം വെക്കേഷനാണല്ലോ, അപ്പോഴത്തേക്ക് സ്കൂളിൽ അടയ്ക്കുമ്പം മോളും ഗ്രാൻഡ് ചിൽഡ്രനും എല്ലാം വരും. അപ്പം തന്നെ വിൽ ഹാവ് എ ഗെറ്റ് ടുഗദർ. ആരാണ് സദ്യയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? മാം ആണോ? ഞാൻ തന്നെയാണ്. ഓക്കെ, സാറിന് എന്ത് കൈൻഡ് ഓഫ് കുസീനാണ് ഇഷ്ടം? എനിക്ക് ടിപ്പിക്കലി സൗത്ത് ഇന്ത്യൻ ആൻഡ് മോർ മല്ലു ഫുഡ്, അതിനോടാണ് എനിക്ക് താല്പര്യം. മാം ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ്? ദോശ ആൻഡ് സാമ്പാർ. ആണോ? അത് എവിടെ പോയാലും ദോശ സാമ്പാർ. ഈവൻ US പോയാലും ദോശ, ഈ പ്രിഫേഴ്സ് ദോശ. ഓക്കെ, മാം ആക്ച്വലി ഉണ്ടാക്കി സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഏതായിരിക്കും? ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം മിക്കതും ഈ എൻജോയ്സ് ഇറ്റ്. ഓക്കെ മാം, നമ്മൾ ഈ മൂവീസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആർമി വൈഫ് എന്നുള്ള ഒരു ടേം.
സോ യു വെർ എൻ ആർമി വൈഫ്. എന്താണ് സത്യത്തിൽ ഈ ആർമി വൈഫ് ഇടുന്ന ഒരു എഫേർട്സ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ആൾ ഗോ ത്രൂ ചെയ്യുന്നത്? ഞങ്ങൾക്കൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, ലൈക്ക് ലുക്കിംഗ് ആഫ്റ്റർ ദ ചിൽഡ്രൻ ആൻഡ് മീൻ വാരിയേഴ്സ് ഓഫ് ദ ഹോം ഫ്രണ്ട് ആയിരുന്നു. ലൈക്ക് ആൻഡ് വി ഹാഡ് ആൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, ആർമി വൈഫ്സ് വെൽഫെയർ അസോസിയേഷൻ. പിന്നെ ദെൻ ലൈക്ക് വെൻ യു കമാൻഡിങ് ഓഫീസർ ആയിരുന്നപ്പം ദെൻ ഐ ഹാഡ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ലുക്കിംഗ് ആഫ്റ്റർ ദ വൈഫ്സ് ഓഫ് ദ ജവാൻസ്, അവരുടെ ഫാമിലീസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക, മൊറാൽ ബൂസ്റ്റ്, ഒരു അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സർ എത്ര ഇയേഴ്സ് സർവീസിലുണ്ടായിരുന്നു? ഞാൻ ആർമി സർവീസ് 34 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് സൈനിക് സ്കൂളിൽ ഞാൻ കൂട്ടുന്നില്ല, ദാറ്റ് വാസ് 6 ഇയേഴ്സ്. അതിനുശേഷം NDAയിൽ 3 കൊല്ലം ട്രെയിനിങ് ടു ബിക്കം ആൻ ഓഫീസർ, നാഷണൽ ഡിഫൻസ് അക്കാഡമി ഖടക്വാസ്ല പൂന, പിന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ. അപ്പോൾ 34, 5, 39 എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം സർ അത് കഴിഞ്ഞ് വന്ന് വീണ്ടും വർക്ക് ചെയ്യുന്നു. ഇപ്പം SUTയിലെ CEO ആണ്. അപ്പം സാറിന് ഒരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ട്രാവൽ ചെയ്യണമെന്ന് തോന്നാറുണ്ട്, ട്രാവൽ ചെയ്യാറുമുണ്ട്. ഓക്കെ. എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷേ ഒരുമിച്ചാണ് ഞങ്ങൾ കൂടുതലും പോകാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ വർക്ക് ഇറ്റ്സ് മൈ പാഷൻ എന്ന് വെച്ചാൽ വർക്കഹോളിക് വർക്കഹോളിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഐ ഫീൽ ഐ ബിക്കം എ വെജിറ്റബിൾ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സംതിങ് ഹാസ് ടു ബി ഡൺ. ആക്ച്വലി ഈസ് ഓൾവേസ് ഓൺ ദ മൂവ്. ഒരിടത്ത് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരാളുടെ വൈഫായിട്ടിരിക്കുമ്പം മാമിന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. കുട്ടികളുടെ കാര്യത്തിലും മാം തന്നെ പോകണം അല്ലേ? അല്ല, 35 ഇയേഴ്സ് സ്പെൻഡ് ചെയ്ത് ആർമിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് വിത്ത് ദം ഫോർ 32 ഇയേഴ്സ്. ഓക്കെ. സോ സർ ബ്രേക്സ് എടുക്കാറുണ്ടോ? ബ്രേക്സ് എടുക്കാറുണ്ട്. കാരണം ഞാൻ വെച്ചാൽ സൺഡേ എൻ്റെ ഫാമിലി ഡേ ആണ്. അത് ഞാൻ കഴിയുന്നതും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് താല്പര്യപ്പെടുക. സർ പറഞ്ഞു 34 ഇയേഴ്സ് നമ്മുടെ കൺട്രിക്ക് വേണ്ടി സെർവ് ചെയ്തു. അപ്പം ഹൂ വാസ് യുവർ ഇൻസ്പിറേഷൻ? ആരാണ് സാറിനെ ഇൻസ്പയർ ചെയ്ത് ഒരു ഇങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം എന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്? ഹൂ വാസ് യുവർ? വളരെ നല്ല ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബേസിക് ഇൻസ്പിറേഷൻ അച്ഛനായിരുന്നു. അച്ഛനാണ് സൈനിക് സ്കൂളിൽ ചേരാനൊക്കെ ഉള്ള പ്രചോദനം നൽകിയത് മുഴുവൻ. ആൻഡ് ആ കാലത്ത് ഒഴുക്കിൻ്റെ കൂടെ ഒഴുകുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എയിമൊന്നും ഉണ്ടായിരുന്നില്ല. സൈനിക് സ്കൂളിൽ ചേർന്നു. സൈനിക് സ്കൂളിൽ ചേർന്നുകൊണ്ട് NDAയിൽ കിട്ടണം എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ ആഗ്രഹം. NDAയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ആർമി ഓഫീസർ ആകണം എന്നുള്ളത്. ഇനി ഇൻസ്പിറേഷൻ ആർമിയിൽ അല്ലെങ്കിൽ ഫോഴ്സസിൽ എന്ന് പറയുമ്പോൾ 1971 വാറിൽ നമ്മുടെ ഇന്ത്യയുടെ INS കുക്രി എന്ന് പറഞ്ഞൊരു ഷിപ്പ്, വി ലോസ്റ്റ് ദറ്റ് ഷിപ്പ്. ആ ഷിപ്പിൻ്റെ ഒരു ക്യാപ്റ്റൻ മുള്ള, PN മുള്ള, അദ്ദേഹം ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ട് ആ ഷിപ്പിലിരുന്ന് ഒരു പൈപ്പും വലിച്ച് അദ്ദേഹം താഴോട്ട് പോയി. ഇറ്റ് വാസ് വെരി ഇൻസ്പയറിങ്. ഇൻഫാക്റ്റ് NDAയിൽ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പോലെ ആകണം ഉള്ള ഒരു ഫീലിംഗ് ആയിരുന്നു കൂടുതലും. ഹി വാസ് ഫോഴ്സസിൽ ഹി വാസ് എ റോൾ മോഡൽ, ഐ വുഡ് സേ. സാറിന് സർവീസിലുണ്ടായിരുന്നപ്പം ഇതേപോലെ പറയാൻ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി സാറിൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടോ? ഇൻഫാക്റ്റ് സർവീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്റ്റോറി. ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ SSBക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ സൈനിക് സ്കൂളിൽ തന്നെയാണ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ സൈനിക് സ്കൂൾ. അപ്പോൾ അന്ന് ഞാൻ ഒരു ഹൗസ് ക്യാപ്റ്റനാണ്. 5ാം ക്ലാസ്സിലെ പുതിയ പിള്ളേരുടെ ഹൗസ് ക്യാപ്റ്റനായിരുന്നു. വി ഹാഡ് എ വെരി സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ബോയ്സ്. യൂസ് ടു ട്രീറ്റ് മീ, ദ യൂസ് ടു കോൾ മീ ലീഡർ ആൻഡ് ദേ വർ ഒരു ഫാൻ ഫോളോയിങ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് അവർ വന്ന് അവിടെ അന്ന് സൈനിക് സ്കൂളിൽ വെള്ളം കുറവായിരുന്നു, കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തൊരു പഞ്ചായത്ത് പോണ്ടിൽ പോയി എന്നെ കുളിക്കാൻ അവർ ക്ഷണിച്ചു. അവരുടെ കൂടെ കുളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ അന്ന് കണിയാപുരത്തു നിന്നാണ് ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ ആ ട്രെയിൻ കയറാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വണ്ടിയൊന്നും ഇല്ലന്ന്, ഇന്നത്തെ കാലമല്ലല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഹൗസ് മാസ്റ്റർ, ഇന്ന് അദ്ദേഹം ഇല്ല, കൃഷ്ണൻകുട്ടി നായർ,
അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. മണാലി എങ്ങനെയാണ് പോകുന്നത്, എന്നെ മണാലിയിൽ നിന്നാണ് സാറുമാരും ഫ്രണ്ട്സും ഒക്കെ വിളിച്ചിരുന്നത്. എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ എന്തെങ്കിലും വണ്ടി വേണമല്ലോ എന്ന്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കിളേ ഉള്ളൂ, സൈക്കിളിലിരുത്തി എൻ്റെ ബാഗും ഒക്കെ പിടിച്ച് ഒരു സൈക്കിൾ ചവിട്ടലായിരുന്നു. ജസ്റ്റ് ഇൻ ടൈം, ഒരു ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു 3 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ടാവും. ചാടി അതിനകത്ത് കയറി സാറിനോട് ടാറ്റയും പറഞ്ഞ് പോയി. ആ 3 മിനിറ്റിൽ ട്രെയിൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം അവിടെ കാത്തുനിന്ന് എന്നെ സൈക്കിൾ ചവിട്ടി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു പക്ഷേ ഞാൻ എത്തില്ലായിരുന്നു, ആംഡ് ഫോഴ്സസിൽ ഞാൻ ഒരു പക്ഷേ ഉണ്ടാവില്ലായിരുന്നു. സോ ഇറ്റ്സ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതത്തിലൊരു അനുഭവമാണത്. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം നിങ്ങൾക്ക് ആക്ച്വലി അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുണ്ടോ, അതോ കുറവാണോ? എങ്ങനെയാണ് അവരുമായിട്ടുള്ളൊരു റാപ്പ്? അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? മോളും ഉണ്ട് മോനും ഉണ്ട്. മോള് എൽഡസ്റ്റ് വൺ, ഓർത്തഡോണ്ടിസ്റ്റ്. ഗോട്ട് 2 കുട്ടികളുണ്ട്, ജിയാന ആൻഡ് കിയാറ. ആൻഡ് യങ്ങർ വൺ ഇസ് എ സൺ ആൻഡ് ഹീസ് എ പ്ലാസ്റ്റിക് സർജൻ. ആൻഡ് അഗെയിൻ വിത്ത് 2 കിഡ്സ്. ആ കുട്ടികൾ രണ്ടും ചെറുതാ. ആൻഡ് കിട്ടുന്ന സമയം we make the best use of it. മോളുടെ ഹസ്ബൻഡ് ചീഫ് എഞ്ചിനീയർ ആണ് മെർച്ചൻ്റ് നേവിയിൽ. സൺൻ്റെ വൈഫും ഡോക്ടറാണ്, ഒഫ്താൽമോളജിസ്റ്റാണ്. അപ്പം സാർ എങ്ങനെയായിരുന്നു? അവർക്കൊരു സ്ട്രിക്റ്റ് ഫാദർ ആയിരുന്നു? മോക്കും മോനും ഒരു സ്ട്രിക്റ്റ് ഫാദർ ആയിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഗ്രാൻഡ് ചിൽഡ്രനോട് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ അടുത്ത് ഭയങ്കര എഫെക്ഷനേറ്റ്. ഓക്കെ. അപ്പം ഈ ആർമിയിലുള്ള ആൾക്കാർ പൊതുവെ അവർക്കൊരു സ്ട്രിക്റ്റ് ലൈഫ് സ്റ്റൈലൊക്കെ ആണെന്ന് ഞാൻ സിനിമ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം മാം കൂടെ താമസിച്ച് മാമിന് അറിയാമായിരിക്കുമല്ലോ, എന്താണ് സാറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ? ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി ആയിരുന്നു. സാറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? സാർ ഫോളോ ചെയ്യുന്ന റുട്ടീൻസ് ഒക്കെ എന്താണ്? റുട്ടീൻ എന്ന് വെച്ചാൽ രാവിലെ എണീക്കണം, അത് നിർബന്ധമാണ്. Okay, at what time? Around 4 o'clock. Okay, ഇപ്പോൾ 4 o'clock you wake up. എണിറ്റ് പോവും. യൂസ്ഡ് ആണല്ലേ? Strict. I mean 4 o'clock, dot 4. Okay. പിന്നെ 4 o'clock എണീറ്റാൽ കുറച്ച് നേരം വേദങ്ങളോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുക, ഉപനിഷത്തുകളോ കേൾക്കുക, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുക, കുറച്ച് സമയം പ്രാർത്ഥിക്കുക. പിന്നെ ജയയുടെ കൂടെ ഇരുന്നൊരു കപ്പ് കാപ്പി കുടിക്കുക. ദാറ്റ്സ് മൈ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. ആ ചെയർ കാപ്പി കുടിക്കാനുള്ള സ്ഥലമാണ്. അതുപോലെ എവിടെയായാലും ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളിടത്തെല്ലാം ഒരു കോഫി കോർണർ ഉണ്ടാവും. അവിടെ ആ മോർണിംഗ് ടീ മസ്റ്റാണ്. ആ സമയത്ത് ദാറ്റ് ഈസ് ദ ടൈം വി എക്സ്ചേഞ്ച് നോട്ട്സ് ആൻഡ് വി എൻജോയ് ഇറ്റ്. പിന്നെ തിരക്കായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, പിന്നെ ആർമിയിലായിരുന്നപ്പോൾ ഓഫീസിൽ പോയി, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുക, പിന്നെ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ദ വർക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്. പിന്നെ വൈകുന്നേരം ഫ്രീ ടൈം, അപ്പോൾ സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. അങ്ങനെ പിന്നെ റീഡിങ് ടൈം ഇൻ ദ ഈവനിങ്, നൈറ്റ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വായിക്കുക. അതൊരു എല്ലാ കാലമുള്ള ശീലമാണ്. അതായത് അച്ഛന് ഞങ്ങളൊക്കെ വായനയിൽ താല്പര്യമുള്ളവരായിരിക്കണം, എഴുതാൻ താല്പര്യമുള്ളവരായിരിക്കണം എന്നൊക്കെയുള്ള അങ്ങനെ ഒരു പരിശീലനമാണ് കിട്ടിയിട്ടുള്ളത്. സോ അപ്പോൾ വായിക്കുക എന്നുള്ളത് ഇറ്റ്സ് ഓട്ടോമാറ്റിക്, നടക്കും. ഓക്കെ. അപ്പം സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബെസ്റ്റ് ഓണം ചൈൽഡ്ഹുഡ് ആയിരുന്നു എന്ന്. അപ്പം എന്തെങ്കിലും നല്ല മെമ്മറി ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഓണം ശരിക്കും നാട്ടിൻപുറങ്ങളിലാണ് ശരിയായിട്ട് ആഘോഷിക്കുന്നതെന്നാണ്, ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. അപ്പോൾ ഞാൻ ജനിച്ച നാട് ഒരു ഓണംകേറാമൂലയായിരുന്നു. ഓണം ആഘോഷിക്കുന്ന ഓണംകേറാമൂലയിലായിരുന്നു. അവിടെ പോകുമ്പോൾ ആ കാലത്ത് അങ്ങോട്ട് റോഡില്ല. ഒരു 3 കിലോമീറ്റർ നടന്നിട്ട് വേണം എൻ്റെ അമ്മയുടെ തറവാട്ടിലെത്താൻ. പിന്നെ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ബട്ട് ഇതിനെല്ലാം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആ നാട്ടിലെ ആൾക്കാരുടെ ഓണത്തിൻ്റെ ആവേശം, അവരുടെ കളികൾ, അവരുടെ പാട്ടുകൾ, തിരുവാതിരക്കളികൾ, അതെല്ലാം അതൊരു വലിയ അനുഭൂതി തന്നെയാണ്. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ദോസ് വർ ദ ഗുഡ് ഡേയ്സ്, ബെസ്റ്റ് ഡേയ്സ് റാദർ. പിന്നെ അങ്ങോട്ട് കുറേയും കൂടെ മെക്കാനിക്കലായില്ലേ എന്നൊരു തോന്നലില്ലാതില്ല. പിന്നെ ഒരു സെറ്റ് പാറ്റേണിലേക്ക് പോവുകയായിരുന്നു. അത് പക്ഷേ എൻ്റെ ലൈഫിൻ്റെ പ്രത്യേകതയായിരുന്നിരിക്കണം. എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും നല്ല ഓണങ്ങൾ നാട്ടിൻപുറത്ത് ആ ഓണം കേറാമൂലയിൽ ആഘോഷിച്ചിട്ടുള്ള ഓണമാണ്.
ഓക്കെ. മാമിന്റെ ബെസ്റ്റ് ഓണം എപ്പോഴായിരുന്നു? ഇപ്പോഴും ഇപ്പോഴാണോ? ഓക്കെ. ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു ഇങ്ങനെ, അങ്ങനെ ഭയങ്കര ലാവിഷായിട്ട് അങ്ങനെയല്ല, ബട്ട് ഇൻ എ സ്മോൾ വേ വി യൂസ് ടു ഹാവ് ഗെറ്റ് ടുഗെദേഴ്സ് ആൻഡ് പിന്നെ ഈ കളികൾ കാണാനും പിന്നെ ഓണത്തിൻ്റെ തിരക്കുകൾ അത് ഇത്. നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അത് ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് കണ്ടുമുട്ടി എനിക്ക് തോന്നുന്നു അച്ഛൻ വളരെ പെർട്ടിക്കുലറായിരുന്നു ഞാനൊരു മലയാളി പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ളത്. ഓക്കെ. ഈ യങ്സ്റ്റർ ആയിരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു കേണൽ നമ്പ്യാർ. അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഒന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വല്ല പഞ്ചാബിയോ ഹിന്ദിക്കാരെയോ കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ളത്. അതുകൊണ്ട് 24ാമത്തെ വയസ്സിൽ തന്നെ അച്ഛൻ കല്യാണം കഴിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പെണ്ണ് കാണാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അന്ന് പെണ്ണിനെ കണ്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഐ വാസ് ടു എന്താ മേ ബി ഐ ക്യാൻ സേ ഷൈ. അപ്പോൾ അങ്ങോട്ട് നോക്കിയില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അതിനിപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഓക്കെ. അപ്പോൾ അതൊരു വളരെ ഫോർമൽ. ഞങ്ങൾ ആക്ച്വലി ബോത്ത് ഓഫ് us were shy. ഓക്കെ. ഇപ്പോഴത്തെ കണക്കല്ലേ, അന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. സാർ ആണെങ്കിൽ ആക്ച്വലി ഡിഫറെൻറ്റ് മോഡ് ഓഫ് വർക്ക് ആണ് ചെയ്യുന്നത്. യു എസ് സെർവിങ് ഫോർ ആ കൺട്രി കുറച്ച് നാളായിട്ട്, ആൻഡ് നൗ യു ആർ CEO ഓഫ് SUT. അപ്പം എങ്ങനെയാണ് ആ ഒരു ജോബ് ഷിഫ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് റെസ്പോൺസിബിലിറ്റി അതൊക്കെ സാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഞാൻ റിട്ടയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂപ്പറാനുവേറ്റ് ചെയ്യുന്നത് 2009 ജനുവരി 31 ഞാൻ റിട്ടയർ ചെയ്യുന്നതിനൊരു 4-5 മാസം മുമ്പ് തന്നെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിരുന്നു ആസ് MD ആൻഡ് CEO ഓഫ് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ വൈക്കം എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ഒണങ്കര മൂല ഒരു ചെമ്മനാഗിരി എന്ന് പറയുന്ന സ്ഥലം, ഒരു പ്രത്യേകതരം സ്ഥലം. അപ്പോൾ അവിടെ കിട്ടിയിരുന്നു. അപ്പോൾ 31-ാം തീയതി റിട്ടയർ ചെയ്തു, ഫെബ്രുവരി 2-ാം തീയതി അവിടെ ഒന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. കാരണം ആർമി ഓഫീസറിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് കുറേ മാറ്റിയില്ലെങ്കിൽ സിവിൽ ലൈഫിൽ സക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആർമി മറക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യകാലങ്ങളിൽ. ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു വേർ ഐ നൗ ബിലോങ് ടു. ഞാൻ പുതിയതായിട്ട് വന്ന സ്ഥലത്ത് അവിടുത്തെ സംഗതികളൊക്കെ മനസ്സിലാക്കാനും അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുമുള്ള ഒരു ശ്രമമായിരുന്നു. അതിൽ വലിയൊരു അംശം വരെ വിജയിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാമിന് എന്താണ് പറയാനുള്ളത് ത്രൂ ഔട്ട് ദിസ് ജേർണി? ഒരു ആർമി വൈഫായിട്ട് മാം സാറിൻ്റെ കൂടെ ലെഗ് ടു ലെഗ് നിന്നു. മാം ആയിരിക്കുമല്ലോ കുട്ടികളുടെ കാര്യമെല്ലാം നോക്കിയത്. സോ മാം ഒരുപാട് എക്സ്ട്രാ എഫേർട്സ് ഇടേണ്ടി വന്നിട്ടുണ്ട്. സോ ഹൗ വാസ് യുവർ ജേർണി throughout these years? It was a wonderful journey, and എല്ലാം through thick and thin, there were bad times, happy times, good times, എല്ലാം ജേർണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇവിടെ എത്തി. ഓണമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞാൽ സർ എന്ത് പറയും? നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഓണമാണ്. ആ ഓണം നമ്മൾ ഗതകാല സ്മരണകളും ഒരു നല്ല കാലത്തിൻ്റെ മാവേലി നാടുവാണ് ഇടുംകാലം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി കൊണ്ടുവന്ന് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഈ ഓണം ദിവസങ്ങളെങ്കിലും ആഘോഷിക്കാൻ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്കും ഒരു നല്ല ഓണം കുട്ടികളൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത്രയും നേരം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു. സോ താങ്ക് യു. താങ്ക് യു.